നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം മാർക്കറ്റിൽ ഒരു ഇൻട്രാഡേ ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ് നിങ്ങളെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം തീർച്ചയായിട്ടും നമ്മളിൽ കൂടുതൽ ആൾക്കാരും ഒന്നെങ്കിൽ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി മാർക്കറ്റിലോട്ട് വരാൻ പോകുന്നവർ അവരെന്താണ് ആദ്യം തന്നെ ചെയ്യുന്നത്? നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നു. അപ്പം അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇക്വിറ്റിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ കറൻസിയിൽ ട്രേഡ് ചെയ്യാം, കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം. പക്ഷേ എല്ലാവരും ഫസ്റ്റ് വരുന്നത് ക്യാഷ് മാർക്കറ്റിലേക്കായിരിക്കും, ഇക്വിറ്റിയിലായിരിക്കും. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴത്തേന് അവർ ആദ്യം തന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിരിക്കും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വന്നിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ പകുതി കണ്ടിട്ട് ഇട്ടിട്ട് പോകരുത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ വന്നു, അപ്പം ഇക്വിറ്റിയിലേക്ക് വന്നു, ഇൻട്രാഡേ ചെയ്യാൻ വന്നു. അപ്പം ഒരുപാട് സ്റ്റോക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോക്ക് ഓപ്പൺ ആക്കുവാണ്. ബജാജ് ഫിനാൻസ് ഇപ്പോൾ കറൻ്റ്ലി 6300 ആ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. 6400 390 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ചാർട്ട്സിൻ്റെ ഡേറ്റയൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 22/12 എന്ന് പറഞ്ഞ ദിവസമാണ്. 22/12 ഈ ഒരു റേഞ്ചാണ് നമുക്ക് ഒരു ദിവസത്തെ ഇൻട്രാഡേ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലത്തെ ടൈമിലൊക്കെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു റീജിയണിൽ എൻട്രി എടുക്കാം. എത്രയാണേലും പ്രൈസ്, അപ്പോൾ ചെറിയൊരു കറക്ഷൻ കണ്ട് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ വാല്യുവേഷനാണ് കിട്ടുന്നത്. താഴോട്ടാണ് മാർക്കറ്റ് വന്നത്. അപ്പം ആ ഒരു റീജിയണിൽ എൻട്രി എടുത്തിട്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഓക്കെ, അതല്ല ഈ ഒരു റീജിയണിലാണ് നിന്നെങ്കിൽ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. അതല്ല താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകും. അപ്പം ഈ ഒരു രണ്ട് കേസിലും ഓക്കെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു റീജിയണിലാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ താഴോട്ട് വരുന്ന സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി, ഇൻ കേസ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 10 ക്വാണ്ടിറ്റി വാങ്ങാനുള്ള ക്യാപിറ്റൽ നമുക്ക് ടോട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യമേ ഇവിടെ 5 ക്വാണ്ടിറ്റി വാങ്ങാം. അപ്പോൾ 5 ക്വാണ്ടിറ്റി വാങ്ങിയിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു റീജിയണിൽ നിന്ന് കഴിഞ്ഞാലും ഓക്കെ, നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. ഇൻ കേസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് 5 ക്വാണ്ടിറ്റിയുടെ നഷ്ടം വരും. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു താഴോട്ടൊക്കെ വന്നു കഴിയുമ്പം ഇത്രയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഒരു 1% 2% കറക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി നമ്മുടെ 5 ക്വാണ്ടിറ്റി ഇങ്ങോട്ട് അവിടെ ബൈ ചെയ്ത് നമുക്ക് ആവറേജ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തു, ഈ ഒരു റീജിയനിൽ സെക്കൻഡ് എൻട്രി എടുത്തു, നമുക്ക് ആവറേജിങ് ആയിട്ട് ഏകദേശം ഒരു സെൻറ്റർ റീജിയൻ കിട്ടും. അപ്പം ഇനി മാർക്കറ്റ് ഇതിന് മുകളിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ മാർക്കറ്റിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇനി മാർക്കറ്റിലേക്ക് വരുന്നവർക്കും ഈ ഒരു സ്ട്രാറ്റജി വളരെ എളുപ്പമായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ നോക്കാം. ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടോ? ഈ ഒരു റീജിയനിലൊക്കെ എടുത്ത് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓക്കെ, ആ ഒരു രണ്ടാമത്തെ എൻട്രി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു റീജിയനിൽ എടുത്തിട്ട് നമുക്ക് ആവറേജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ കേസ് ഇവിടേക്ക് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇത് കണ്ട, ഈ ഒരു സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഈ താഴേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാലും വാല്യുവേഷൻ വില കുറഞ്ഞ് കിട്ടുന്ന സാധനങ്ങൾ രാവിലെ തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ എൻട്രി എടുത്തിട്ട് ഈവനിങ് ആകുമ്പോൾ എക്സിറ്റ് ആകാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ വില കുറച്ച് വാങ്ങുക എന്നാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞത് പോലെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പുതിയ ട്രേഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൽപ്പെടുന്ന ആൾക്കാർ ഏതെങ്കിലും 1-2 ദിവസം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ
ഒരുപാട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പം അവർ ഇതുപോലെ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം മാക്സിമം കൂടുതൽ ആൾക്കാരും, ഒരു ബിഗിനർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അധികം നോളജ് ഒന്നും ഇല്ലാത്തവർ ഇത് സിമ്പിളായിട്ട് അങ്ങ് ട്രസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പം അവർ ആ ഒരു കുറച്ച് ദിവസത്തെ കുറച്ച് ചാർട്ടുകൾ മാത്രം കാണിച്ചുകൊണ്ടാണ് അവർ ആ എൻട്രീസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി പരിചയപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ എല്ലാവരും ആ ഒരു സ്ട്രാറ്റജി കണ്ടിട്ട് അതങ്ങ് പഠിച്ച് അങ്ങ് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് നമ്മുടെ മണി ഇട്ടിട്ട് അങ്ങ് ഇൻവോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് വളരെ തെറ്റായ ഒരു മാർഗ്ഗമാണ്. അപ്പം ഞാനിവിടെയാണേലും ഞാൻ എത്ര ചാർട്ടാണ് നിങ്ങളെ കാണിച്ചു? 2 അല്ലെങ്കിൽ 3 ദിവസത്തെ ചാർട്ട്. ബാക്കിയുള്ള ദിവസത്തെ ചാർട്ടുകളൊന്നും നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ല. ഇനി അതും കൂടി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു ആവറേജിങ് എന്ന കൺസെപ്റ്റാണ് ഇൻട്രാഡേയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ആവറേജിങ് എന്നുള്ളതെടുത്ത് നമുക്ക് മറ്റ് ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പേപ്പർ വർക്ക് ചെയ്തിട്ട് മാത്രമേ ക്യാഷ് ഇട്ട് എൻട്രീസ് എടുക്കാൻ സാധിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നഷ്ടം സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഒന്ന് ബാക്കിയുള്ള റീജിയൻസും കൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പം ഞാൻ ഈ ഒരു ദിവസത്തെ പറഞ്ഞു, അതായത് 12-ാം തീയതി, ഡിസംബർ 12-ാം തീയതി. ഡിസംബർ 9-ാം തീയതി എന്താണ് സംഭവിച്ചത്? ആ ഒരു റീജിയണൽ ആവറേജ് ചെയ്തിട്ട് വീണ്ടും ആവറേജ് ചെയ്ത് വീണ്ടും ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ വളരെ വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ചു തന്നെ. ഇതാണ് ആവറേജിൻ്റെ റിസ്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നോക്ക്, ഇതിന് മുമ്പത്തെ ദിവസം എന്താണ് സംഭവിച്ചത്? ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും, മാർക്കറ്റ് റിക്കവർ ആകുമായിരിക്കും, ഈവനിങ് ആകുമ്പോഴത്തേനും റിക്കവർ ആകുമായിരിക്കും എന്ന്. പക്ഷേ റിക്കവർ ആകത്തില്ല. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ മാർക്കറ്റിൽ ക്ലിയർ ആയിട്ട് ഡയറക്ഷൻസ് ഇല്ലാതെ എൻട്രി എടുക്കുന്നവരാണ് ഈ ഒരു ആവറേജ് ചെയ്ത് ഈവനിങ് ആകുമ്പോഴത്തേനും ഒരു ട്രസ്റ്റാണ് അവർക്ക്, മാർക്കറ്റ് റിക്കവർ ആകുമായിരിക്കും, അവർ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും, വളരെ വലിയ നഷ്ടങ്ങളുണ്ടാവും. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ്, ഒരുപാട്. ഇതിന് മുമ്പത്തെ ചാർട്ട് നമുക്ക് നോക്കാം. ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി എടുത്തവരാണെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രോഫിറ്റിൽ എത്തിയേക്കാം. അതല്ല, കുറച്ച് ലേറ്റ് ആയിട്ട് ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ മാർക്കറ്റ് ചെറിയ സ്ലൈറ്റ്ലി താഴോട്ട് തന്നെയാണ് വന്നേക്കുന്നത്. മാർക്കറ്റ് താഴോട്ടാണ് വരാനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളോ രണ്ടാളോ ബൈ ചെയ്ത് ഒരിക്കലും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ട്രെൻഡ് നമുക്ക് റിവേഴ്സ് ആക്കാൻ സാധിക്കത്തില്ല. അപ്പം അതാണ് റിയാലിറ്റി. ഞാനിപ്പം ഒരു സ്റ്റോക്കിൻ്റെ തന്നെ കുറേ ചാർട്ട്സാണ് കാണിച്ചു തരുന്നത്. ഇത് നോക്ക്, അതിശക്തമായ എക്സാമ്പിൾസാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു റീജിയണിൽ നിന്ന് പതിയെ പോന്ന് താഴെ 3 മണി വരെ താഴോട്ടാണ് പോകുന്നത്. ഈ ഒരു റീജിയണിൽ നിന്ന് ഫുള്ള് കൺസോൾട്ടേഷൻ താഴോട്ട് തന്നെയാണ് പോകുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാനിവിടെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഒരുപാട് നഷ്ടങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് പീപ്പിൾസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അവർക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടാനും, അപ്പം ഇങ്ങനെ ഒരു മൂവിങ് ആവറേജ് അല്ല, ആവറേജിങ് എന്ന കൺസെപ്റ്റിൽ ഇനിയെങ്കിലും കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഈ ഒരു റീജിയണിൽ നിന്ന് മാർക്കറ്റ് കറക്ഷൻ ആകാൻ തുടങ്ങി. അപ്പം എല്ലാവരും ചിന്തിക്കും, ഇത്തരം ഒരു മുകളിൽ പോയ സാധനം ഈ ഒരു റീജിയണിൽ കിട്ടുന്നില്ലേ, എൻട്രി എടുക്കും, ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് പ്രോഫിറ്റ്സ് ഒന്നുമില്ല, നഷ്ടമാണ് സംഭവിക്കുക. ഒരുപാട് എക്സാമ്പിൾസ്. ഈ ഒരു റീജിയണിൽ നിന്നൊക്കെ ട്രെൻഡ് ബ്രേക്ക് ഡൗൺ തന്നു, അത് കഴിഞ്ഞിട്ട് ആവറേജ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നഷ്ടം. ഇഷ്ടം പോലെ എക്സാമ്പിൾസാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും മാർക്കറ്റിൽ ഇൻട്രാഡേയിൽ സ്റ്റോക്സ് വില കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ആവറേജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു റിക്കവറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാലും അത് പോസിബിലിറ്റി ഉള്ള കാര്യമല്ല. എങ്കിലും ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം ആവറേജിങ് എന്ന കൺസെപ്റ്റ് ഇൻട്രാഡേയിൽ ഈ ഒരു എക്സാമ്പിളൊക്കെ നോക്കുക. ഇവിടുന്ന് ഓരോ മൂവ്മെൻറ്റ്സിലും പോന്നു. ഈ ഒരു എക്സാമ്പിൾസ് നോക്കുക. ഇവിടെ ചെറിയൊരു റിക്കവറി തന്നു, എങ്കിലും ഇവിടെ തൊട്ട് ആവറേജ് ചെയ്താണെങ്കിലും അതിൻ്റെ ആവറേജിങ് മുകളിൽ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പം ആ ഒരു ആവറേജിങ്ങിലും നമുക്ക് നഷ്ടം ഉണ്ടാകും. ഈ ഒരു റീജിയണിൽ ആവറേജിങ് എവിടെ, അതായത് രാവിലെ തൊട്ട് കംപ്ലീറ്റ് ആയിട്ട് താഴോട്ടാണ് വന്നത്. അവിടെ അവർക്കൊന്ന് എക്സിറ്റ് ആകാൻ പോലുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ആ ഒരു രീതിയിലാണ് അവിടെ താഴോട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആവറേജിങ് എന്ന കൺസെപ്റ്റ് നമുക്ക്
ഭീമനായിട്ടുള്ള നഷ്ടങ്ങളിലേക്ക് എത്തിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ചില സിറ്റുവേഷൻസിൽ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങളെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഒരു റീജിയണൽ എൻട്രി എടുത്തു, അതിട്ട് താഴോട്ട് വന്നു, അവിടെ ആവറേജ് ചെയ്തത് മുകളിലേക്ക് വന്നു, ഇത് കണ്ടോ മുകളിലേക്ക് വന്നു, ഇരട്ടി പ്രോഫിറ്റായി. അപ്പം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ഇത് കണ്ടോ മാർക്കറ്റ് ഇത്രയും താഴോട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു റിക്കവറി, അങ്ങനെ വി ഷേപ്പ് റിക്കവറിയൊക്കെ മാർക്കറ്റിൽ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല, അതുമല്ല എല്ലാ സ്റ്റോക്കിലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജി ലഭിച്ചു കഴിഞ്ഞാലും, ഇപ്പം ഞാൻ ജസ്റ്റ് ആവറേജിങ് എന്ന കൺസെപ്റ്റ് ഇൻട്രാഡേയിലാണ് നിങ്ങളെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതുപോലെ ഏത് സ്ട്രാറ്റജി ലഭിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എൻട്രീസ് എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഇക്വിറ്റിയിൽ ഒരു സ്റ്റോക്സിൻ്റെ മുകളിലാണ് വന്ന് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു, അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കും കൂടുതലായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൻ്റെ അകത്ത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും, അവർക്കും കൂടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇക്വിറ്റിയിൽ സ്റ്റോക്സിൽ എത്ര നഷ്ടം വരുന്നോ അതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആകാനുള്ള ഏറ്റവും വലിയ കാരണമാണ് ഈ ഒരു ആവറേജിങ് എന്ന കൺസെപ്റ്റ്. അതായത് ഓപ്ഷൻസിൻ്റെ അകത്ത് ആവറേജ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ട്രേഡിങ് ഇന്ന് തന്നെ നിർത്തുന്നതായിരിക്കും ബെറ്റർ. അതായത് കൃത്യമായിട്ട് നോളജ് ഇല്ലാതെ ഓപ്ഷൻസിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അതായത് എക്സ്പയറി ഡേയ്സിൽ നമ്മുടെ ഒരു ഫാർ OTM അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് ദ മണി ഒക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയിപ്പോവും, നിങ്ങളുടെ ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആയിപ്പോവും. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അത് മാർക്കറ്റ് മുകളിലേക്ക് വരും അല്ലെങ്കിൽ താഴോട്ട് വരും എന്നൊക്കെ ഓർത്തുകൊണ്ട് പിയും സിയും ഒക്കെ ഹോൾഡ് ചെയ്ത് ആവറേജ് ചെയ്ത് ലാസ്റ്റ് ക്യാപിറ്റൽ തന്നെ ഇല്ലാതാകാനുള്ള കാരണങ്ങൾ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇത് കണ്ടോ മാർക്കറ്റ്, ഇത് കണ്ടോ ഈ ഒരു ഇത്രയും വലിയൊരു കറക്ഷൻ ഉണ്ടായി, അവിടെ നിന്ന് ഓപ്ഷൻ ആവറേജ് ചെയ്തവരാണെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷേ ഇത് കണ്ടോ ഇവിടെ ആവറേജ് ചെയ്തിട്ട് ഈ ഒരു റീജിയനിലും നല്ല പ്രോഫിറ്റ് ഉണ്ടായി. പക്ഷേ അവിടെ തൊട്ട് ആവറേജ് ചെയ്തവരാണെങ്കിൽ വളരെ വലിയ നഷ്ടങ്ങൾ എടുത്തിട്ടാണ് പോയത്. ഈ ഒരു ദിവസമൊക്കെ അവരുടെ ക്യാപിറ്റൽ തന്നെ തീർത്ത് കളഞ്ഞ, അതായത് ഫുൾ ക്യാപിറ്റലൊക്കെ എൻട്രി എടുത്തെങ്കിൽ ക്യാപിറ്റൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു റീജിയൻസൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ദിവസമൊക്കെ എൻട്രി എടുത്തിട്ട് ആവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വരുമ്പോഴത്തേനും ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആക്കുന്ന ദിവസങ്ങളാണ് താഴെ കാണുന്നത്. ഈ ഒരു റീജിയൺ, ഈ ഒരു ദിവസം ഓരോ ദിവസത്തെ ചാർട്ട്സാണ് കാണിക്കുന്നത്. 15 മിനിറ്റത്തെ ക്യാൻഡൽസ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് വളരെ ഡേഞ്ചറസ് ആണ് ആവറേജിങ് എന്ന കൺസെപ്റ്റ്. അപ്പം ഇനിയെങ്കിലും അറിയാവുന്നവർക്കും ഓക്കെ, അറിയത്തില്ലാത്തവർക്കും കൂടി മനസ്സിലാകാനും പറഞ്ഞു തരാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആവറേജ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ്, കൃത്യമായിട്ട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവർ അവർ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നോക്കി ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ അതൊന്നും അറിയത്തില്ല, നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആവറേജിങ് എന്ന കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആവറേജിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതായിരിക്കും നിങ്ങളുടെ എപ്പോഴും ബെനിഫിറ്റ്. ഒരുപാട് എക്സാമ്പിൾസ് ഇതുണ്ടോ, മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നമ്മുടെ എന്താണ്, നമുക്ക് വളരെ വില കുറഞ്ഞ് കിട്ടുവാണ്, നമ്മളെന്ത് ചെയ്യും, ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് എക്സാമ്പിൾസ്. അപ്പം ഓപ്ഷൻസിൻ്റെ അകത്തൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ഓപ്ഷൻസിൻ്റെ അകത്തും അതുപോലെ തന്നെ കമ്മോഡിറ്റി കറൻസിയിലൊക്കെ പോവുകയാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ് ഇക്വിറ്റിനേക്കാളും. അപ്പോൾ ഇക്വിറ്റിയിൽ നമുക്കുണ്ടാകുന്ന നഷ്ടത്തെക്കാളും ഒക്കെ വളരെ വലിയ നഷ്ടങ്ങളായിരിക്കും ഓപ്ഷൻസിലേക്ക് ആവറേജിങ്ങിലേക്ക് വരുമ്പോൾ. അപ്പോൾ പ്രോഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആവറേജ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു ചെറിയ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന്, നമുക്ക് കേപ്പബിൾ അല്ല അത്രയും ലോസ് കാണാൻ, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, പെട്ടെന്ന് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആകാനും നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാവരെയും ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആവറേജ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് നഷ്ടങ്ങളൊക്കെ മാർക്കറ്റിൽ ആവറേജിങ് എന്ന കൺസെപ്റ്റിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ആവറേജിങ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു കൃത്യമായിട്ടുള്ള അനാലിസിസ് സ്റ്റഡീസ് ഒന്നും ഇല്ലാതെ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് കൊണ്ട് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പം
ഈ ഒരു കൺസെപ്റ്റ്, ആവറേജിങ് എന്ന കൺസെപ്റ്റ് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് നല്ല മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു ബാസ്ക്കറ്റിലേക്ക് കുറച്ച് എമൗണ്ടൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആവറേജിങ് എന്ന കൺസെപ്റ്റ് നല്ലതാണ്. അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്സ് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആവറേജിങ് എന്ന കൺസെപ്റ്റ് നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് നല്ല വശങ്ങളുണ്ട് ആവറേജിങ്ങിൻ്റെ. ആ നല്ല വശങ്ങളാണ് കണ്ടെത്തേണ്ടത്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.